അങ്ങനെ വീണ്ടും ഒരു പുലിക്കളി എത്തി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിചാരിച്ചു ഇപ്രാവശ്യം കാണാൻ പോകില്ല. ഈ തിക്കും തിരക്കും പ്രത്യേകിച്ച് എന്താ കാണാനുള്ളത്? ഈ ചായ തേച്ച് വയർമാർ കഴിഞ്ഞാൽ അതിലെന്താണ് ഒരു കലയുള്ളത്? ഇതൊക്കെയാണ് എല്ലാവരും നമ്മളോട് ചോദിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ആ നേരായിട്ടുണ്ടെങ്കിൽ ആ നാലോണത്തൊന്നും നമുക്ക് അവിടെ എത്താതിരിക്കാൻ സാധിക്കില്ല. പല പ്രാവശ്യം ഞാൻ തുടക്കത്തിലെ 2 മണിക്ക് അവിടെ ചെന്ന് സീറ്റ് പിടിച്ച് നന്നായിട്ട് ഫോട്ടോ എടുത്തിരുന്നു. ഇപ്രാവശ്യം ഞാൻ അവിടെ എത്താനായിട്ട് വൈകി. ഊരകത്ത് നമ്മൾ കുമ്മാട്ടികളി എങ്ങനെ ഉപേക്ഷിക്കുക അത് കണ്ട് തൃശ്ശൂർ എത്തുമ്പോഴേക്കും നേരം വൈകി. എന്നിരുന്നാലും കുറേ നമ്മൾ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ചില ചെറിയ ഭാഗങ്ങൾ കിട്ടിയതല്ലാതെ നമുക്ക് പ്രത്യേകിച്ചുള്ളൊരു സാങ്കേതികവിദ്യ നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് കിട്ടിയ ചിത്രങ്ങളെല്ലാം ഞാൻ പകർത്തിയെടുത്തു. നല്ല മനോഹരമായ പ്ലോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതിശയിപ്പിക്കുന്ന വയറോടുകൂടിയുള്ള നമ്മുടെ വലിയ പുലികളും നിറത്തിലുള്ള വൈവിധ്യം കൊണ്ടുള്ള പുലികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തൃശ്ശൂർക്കാരനായി എനിക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. ആ നേരമാകുമ്പോൾ നമുക്ക് ഒരാഗ്രഹം കൂടുകയാണ്. അപ്പോൾ നമ്മൾ ആ തിക്കും തിരക്ക് എത്ര തന്നെയായാലും ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ വന്നുകൊണ്ട് ഒരു അതിശയം തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നും കാണാനില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നവർ തന്നെയാണ് ഇതൊക്കെ എത്തുന്നത്. എന്നിരുന്നാലും ടൂറിസം വകുപ്പൊക്കെ ഇതിനു കൂടി പണം ചെലവഴിച്ച് ഇത്തരത്തിലുള്ള ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. എത്ര ആളുടെ പരിശ്രമമാണ്, എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി അവിടെ സംഘടിപ്പിക്കുന്നത് അതിശയിക്കണം കേട്ടോ. ഇത്ര കലാകാരന്മാരാണ് അവിടെ ചാടി നിൽക്കുന്നതല്ലേ. എനിക്ക് തോന്നുന്നു വയറുകൊണ്ടും എത്ര അസ്വസ്ഥയുണ്ടെങ്കിലും അവരെല്ലാവരും മണിക്കൂറുകളോളം ഈ ചായ തേച്ച് ഈ പരിപാടിക്ക് വേണ്ടി നടക്കുമ്പോൾ അതിശയം തന്നെയല്ലേ. ഇതിൻ്റെ ചരിത്രമൊന്നും നമുക്കറിയില്ല, പക്ഷേ അതിലൊരു രസമുണ്ട്. ഓരോ ഭാഗങ്ങളിലും ഇതെല്ലാം വാച്ച് ചെയ്ത് കൃത്യനിഷ്ഠയായ കാര്യങ്ങളാണോ ക്രൈറ്റീരിയ ഒക്കെ നോക്കി അവർ ഇതിന് മാർക്ക് ഇടുന്നുണ്ട്. എന്ത് കാര്യമാണോ ഇവർ എന്ത് കാര്യങ്ങളാണ് ഇതിൽ ചിട്ടയോട് കൂടി നോക്കി അവർ മാർക്കിടുന്നതൊന്നും അറിയില്ല. എന്നിരുന്നാലും അന്നേ ദിവസം നമ്മളവിടെ എത്തില്ലേ നമുക്ക് എന്തോ നഷ്ടപ്പെട്ട പോലെ തോന്നും. പ്രാവശ്യം അതുപോലെ തന്നെ കുത്തിച്ചിരി ഞാൻ എത്തി. നമ്മുടെ കയ്യിലുള്ള ഒരു സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ച് ഞാൻ കുറേ ചിത്രങ്ങൾ പകർത്തി. എവിടെയും ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങൾ നിറഞ്ഞ മഹാസമുദ്രത്തിൽ ഇതൊരു ചെറിയ പൂരം തന്നെയായിട്ട് എനിക്ക് തോന്നി. പൂരത്തിന് ആളുകൾ ഉണ്ടോ എന്ന് പോലും എനിക്ക് തോന്നി. രസകരമായ ഒരു കാഴ്ചകളായിരുന്നു. താളവാദ്യങ്ങൾ ചെവി പൊട്ടിത്തെറിക്കുന്ന തരത്തിലുള്ള വാദ്യഘോഷങ്ങളാണ് എല്ലാവരും. മനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ. പുറത്തുള്ളവർക്ക് എന്ത് തന്നെ തോന്നിയാലും നമുക്ക് ഒരു തൃശ്ശൂർക്കാരെന്നുള്ള നിലയിൽ നമുക്ക് അവിടെ വരാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഇക്കൊല്ലത്തെ ഓണം ഇതോടുകൂടി അങ്ങോട്ട് കഴിഞ്ഞു. മനോഹരമായ കാഴ്ചകളോടുകൂടി കഴിഞ്ഞു. നാലോണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വർക്കിംഗ് ഡേ ആയിരുന്നു, പ്രത്യേകിച്ചൊന്നുമില്ല. ഏതാനും കടകളൊക്കെ അടച്ചിട്ടിരിക്കുക, തുറന്ന കടകളൊക്കെ ഇന്ന് ഹാഫ് ഡേ ഓഫാണ്. അങ്ങനെയാണ് കാര്യം.